Hello friends, welcome to Nitz online പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു 3 മാസം മുന്നേ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്ത് ഒരു OnePlus മേടിച്ചതായിട്ട്. ആ വീഡിയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഉടനെ തന്നെ ഇടുമെന്ന്. ബട്ട് അൺബോക്സിംഗ് വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ ഉടനെ ഇടാനായിട്ട് പറ്റിയില്ല. കുറച്ച് ഡിലേ ഒക്കെ വന്നു, എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസം വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അത് മാത്രമല്ല, ഈ ഫോൺ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു റിവ്യൂവും കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ഓൺലൈൻ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഇനേബിൾ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Here we go. അപ്പോൾ ഇതാണ് OnePlus നോഡിൻ്റെ പാക്കേജ്. ഞാൻ ഇതുവരെ ഇത് പൊട്ടിച്ചില്ല, 2-3 ദിവസം എൻ്റെ കയ്യിരിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ വീഡിയോ എടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് പൊട്ടിക്കാത്തത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 24,999 ആണ്. പിന്നെ നിങ്ങൾ HDFC ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിക്കുകയാണെങ്കിൽ 1000 rupees നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. ഞാനിതിപ്പോൾ മേടിച്ചത് ആമസോൺ വഴിയാണ്. ബട്ട് ആമസോൺ ഇപ്പോൾ കേരളത്തിൽ ഡെലിവറി ഇല്ല, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് എത്തിച്ചത്. അപ്പോൾ നമുക്കിത് ഇനി തുറന്നു നോക്കാം. ആദ്യം ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. ഈ OnePlus 70 ഞാൻ ഇതിനു മുന്നേ OnePlus 70 ആണ് എടുത്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതിനൊരു റെഡ് കളറായിരുന്നു, ഇതിനൊരു ബ്ലാക്ക് കളറാണ് കവർ വന്നിട്ട്. ഒരു സ്റ്റൈലിഷ് പാക്കേജാണ് OnePlusൻ്റെ. അല്ലെങ്കിലും OnePlus Nord CE 5G എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തുറന്നു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണ്. ഇത് 3 കളർ വേരിയൻറ്റിലാണ് വരുന്നത്. ഒന്ന് ചാർക്കോൾ, പിന്നെ സിൽവർ, ദെൻ ബ്ലൂ. ഞാൻ ബ്ലൂ ആണ് ഓർഡർ ചെയ്തത്. വളരെ സ്ലിമ്മാണ്. ഓക്കെ, നമുക്കിനി ഈ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഒരു ബാക്ക് കവറുണ്ട്, ട്രാൻസ്പെറൻറ്റ് ലുക്കിലുള്ള ബാക്ക് കവറ്. പിന്നെന്താ, നോഡിൻ്റെ ഒരു സ്റ്റിക്കറല്ല, ഒരു കാർഡ്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സേഫ്റ്റി ഇൻഫോർമേഷൻ, ഹയസ്റ്റ് SAR വാല്യൂ. ദെൻ കുറച്ച് സ്റ്റിക്കറുണ്ട്, OnePlusൻ്റെ നോഡിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ദെൻ മെമ്പർഷിപ്പ് കാർഡ്. ഓക്കെ, പിന്നെ ഒരു സിം ഇജക്ടർ ഉണ്ട്, അതിപ്പോൾ എല്ലാ ഫോണിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ദെൻ ചാർജർ, ടൈപ്പ് C കേബിളുള്ള ചാർജറാണ്. ഇതും 70യുടെ സിമിലർ തന്നെയാണ്, എല്ലാ OnePlusനും ഒരേപോലെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫോണിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഓൺ ആയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന ഡിസ്പ്ലേ. 8GB റാമും 128GB റോമുമാണ് വരുന്നത്. ക്യാമറ വന്നിട്ട് 64 MB ട്രിപ്പിൾ ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ 16 MB ആണ്. അതിൻ്റെ ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ സ്ക്രീന് AMOLED ഡിസ്പ്ലേ ആണ്. 6.43 ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത്. 90 Hz ആണ് റീഫ്രഷ് റേറ്റ്. പിന്നെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 750G ആണ്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞുതരാൻ അറിയില്ല, നിങ്ങളെപ്പോലെ ഒരു നോർമൽ യൂസറാണ് ഞാനും. ഓക്സിജൻ OS 11.0.2.2 ആണ് വേർഷൻ ഉള്ളത്. ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. ഇത്രയാണ് ഇതിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ. ഇനി ഇതിൻ്റെ ക്യാമറ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ. ഇനി ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറ 16 MB ആണ്. കണ്ടോ, ഇനി ബാക്ക് ക്യാമറയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ വൈഡാണ്. നമുക്ക് 3 മോഡുണ്ട്. ഒന്ന് നോർമൽ, പിന്നെ സൂം ചെയ്യാൻ പറ്റും, പിന്നെ ഉള്ളത് വൈഡാണ്.
വൈഡ് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു 70 കാട്ടിയും കൂടി കുറച്ചും കൂടി വൈഡ് ഉണ്ട് ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതിൽ 4K റെക്കോർഡിംഗ് ഉണ്ട്, 1080p റെക്കോർഡിംഗും ഉണ്ട്. 1080യിൽ മാത്രമേ നമുക്ക് ഈ വൈഡ് കിട്ടത്തുള്ളൂ. അതൊരിക്കലും ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. 4Kയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ സ്ക്രീൻ റെസൊല്യൂഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 4:3 ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ഒരു റേഷ്യോയിലോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ടൈം ലാപ്സ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ സ്ലോ മോഷന് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ തന്നെ താഴെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നൈറ്റ് മോഡുണ്ട്. പിന്നെ പ്രോ എല്ലാത്തിലും ഇപ്പോൾ ഉള്ളതാണ്, പ്രോ മോഡ്. ഇനി ഇതിൻ്റെ ബാറ്ററി പറയുകയാണെങ്കിൽ 4500 mAh ആണ്. ഉപയോഗിച്ച് നോക്കിയാൽ ഇനി അറിയാൻ പറ്റുള്ളൂ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ചാർജ് നിൽക്കുമെന്നൊക്കെ ഉള്ളത്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത്, ഇത് 5G സെറ്റാണ്. 5G മൊബൈൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതും OnePlus ബ്രാൻഡിൻ്റെ എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു നല്ലൊരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങാനായിട്ട് ഇടയായത്. ഞാൻ പറഞ്ഞ പോലെ 22,000 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. എനിക്കൊന്ന് 6GB വേരിയൻ്റ് ആണ് 22,000 എന്ന് തോന്നുന്നു. അതിനും നിങ്ങൾക്ക് 1000 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് കിട്ടും, HDFC ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ 70 ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഹെഡ്സെറ്റിൻ്റെ ജാക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിലും ബ്ലൂടൂത്ത് ഉപയോഗിക്കണം അല്ലെങ്കിൽ ടൈപ്പ് സി ഉപയോഗിക്കണം. ബട്ട് ഇതിന് എക്സ്ട്രാ ഒരു സ്ലോട്ട് വരുന്നുണ്ട് ഇവിടെ ഹെഡ്സെറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോഴും ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ 128GB സ്പേസ് ഇതിനുണ്ട്. അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം. ബട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ 128GB മതിയാവില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ OnePlusൽ നല്ല ഒരു MB ഉണ്ടാവും. ഇപ്പോൾ ഒരു ഫോട്ടോയൊക്കെ തന്നെ ചിലപ്പോൾ 10 MB ഒക്കെ വരാം. ഇതായിരുന്നു നമ്മുടെ അൺബോക്സിങ് വീഡിയോ. ഇപ്പോൾ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. ഇനി ഞാൻ ഇതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം. ഇതാണ് ഫോണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിൻ്റെ കൂടെ കിട്ടിയ കേസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ദിവസം നമുക്ക് ഫുൾ ചാർജ് നിൽക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ഗെയിംസ് കളിച്ചാലും അല്ലെങ്കിൽ ഫുൾ ടൈം നെറ്റ് ഓൺ ചെയ്തിട്ടിരുന്നാൽ പോലും നന്നായിട്ട് ചാർജ് നിൽക്കുന്നുണ്ട്. ഇനി ചാർജ് കയറാനാണെങ്കിലും ഹൈ സ്പീഡ് ഫാസ്റ്റ് ചാർജറാണ്. അതുകൊണ്ട് മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവുന്നുണ്ട്, 100% ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പൊട്ടൽ ഇതാ വന്നിട്ടുണ്ട്. അതായത് വസുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് താഴെ വീണത്. വസുവിൻ്റെ കയ്യിലായിരിക്കും എപ്പോഴും ഫോൺ, ഗെയിം കളിക്കാനും കൊണ്ട് തറയിടുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഇതിൻ്റെ സ്ക്രീനിനൊന്നും പറ്റിയിട്ടില്ല. ഇത് ശരിക്കും സ്ക്രീൻ ഗാർഡിനാണ് ഒരു ചെറിയ പൊട്ടൽ വന്നത്. ഇൻബിൽഡായിട്ട് നമുക്കൊരു സ്ക്രീൻ ഗാർഡ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നല്ല സ്ട്രെങ്ത്തുള്ള ഗ്ലാസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത വേറൊരു കാര്യം, ഗെയിം കളിക്കുമ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ, ബാക്കല്ല ഫ്രണ്ട് പോർഷനിൽ കുറച്ച് നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാർ റേസിംഗ് ഗെയിം ആണെങ്കിലും കുറേ നേരം കളിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ബട്ട് 70 അപേക്ഷിച്ച് നോക്കുമ്പോൾ 70യിൽ അത്രയും ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്നത് 70 ആണ്. ബട്ട് ഇതിനകത്ത് കുറച്ച് അധികം ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിട്ട് എനിക്ക് തോന്നി. ഗെയിം കളിക്കുമ്പോൾ PUBG പോലുള്ള ഗെയിമുകളൊന്നും കളിച്ച് നോക്കിയിട്ടില്ല, എനിക്ക് തോന്നുന്നു അതിനകത്തും ഈ സെയിം ഇഷ്യൂ വരും. ഓക്കെ, ഇനി അടുത്ത എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ചിലപ്പോൾ 70 ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം ക്യാമറ അധികം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്നില്ല ക്യാമറ. ബട്ട് നല്ല വൈഡ് ക്യാമറയൊക്കെയാണ്. സാധാരണ ഒരു യൂസിന്, സാധാരണ ഒരു ഫോട്ടോയൊക്കെ എടുക്കാനാണെങ്കിൽ ഓക്കെ. ബട്ട് ഒരു വ്ളോഗിങ് രീതിയിലോട്ട് പോകുമ്പോൾ അല്പം ബാക്കിലോട്ടാണ് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ഇപ്പോൾ പ്രൊസസ്സർ ആണെങ്കിലും ഇതുവരെ സ്റ്റക്കാവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാ ആപ്സും, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഈവൻ എഡിറ്റിംഗ് ആപ്പ് പോലും, കൈൻ മാസ്റ്റർ അങ്ങനത്തെ ആപ്സ് വരെ ഇതിനകത്ത് ഇട്ട് സുഖമായിട്ട് 4K വരെ റെൻഡർ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഫോണിനുണ്ട്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ നോഡ് എടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബഡ്ജറ്റിന് ഈ ഒരു 5G സെറ്റ് OnePlusൽ നിന്നെന്ന് പറയുന്നത് അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ 22,000 വരെ ഈ 5G സെറ്റ് അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എനിക്കറിയാം ഞാൻ ഒരുപാട് ഡിലേ ചെയ്യുന്നുണ്ട്, ചാനലിൽ ഇപ്പോൾ വീഡിയോസൊന്നും ഇടുന്നില്ല.
ഉടനെ തന്നെ ഒരു 5 വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീക്കും അടുത്ത വീക്കുമായിട്ട് 5 വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വസു വീണ്ടും അഭിനയിച്ചു ഒരു ഷോർട്ട് ഫിലിമിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഉണ്ട്. പിന്നെ നമ്മൾ കോട്ടയത്തൊരു ട്രിപ്പ് പോയി, അത് ശരിക്കും 2 എപ്പിസോഡായിട്ടാണ് ചാനലിൽ വരാൻ പോകുന്നത്. പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ചിറ്റ് ചാറ്റ് വിത്ത് നിറ്റ്സ്, അതിൻ്റെ ഒരു എപ്പിസോഡ് തന്നെ ഉടനെ വരും. നമ്മുടെ കുട്ടി അഖിൽ, കോമഡി സ്റ്റാർസ് ഫെയിമായ കുട്ടി അഖിലാണ് അതിൻ്റെ ഗസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ ഇനി ഉണ്ടാവുന്നതായിരിക്കും. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഇൻസ്റ്റയിൽ വരിക, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നെറ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.